രാജ്യത്തിന്റെ ഭാവി തന്നെ നിർണയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ 543 ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ഇലക്ഷൻ മത്സരം നടക്കുന്ന തൃശൂർ നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജാഫർ ഇർഗ്യാലക്കുട പറയുന്നത് ഇങ്ങനെ: ഞാനിവിടെ ഒരു പുതിയ തരം രാഷ്ട്രീയമാണ് കാഴ്ചവെക്കാൻ പോകുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രാഷ്ട്രീയമാണ് പരിചയപ്പെടുത്തുന്നത്. ഈ വരുന്ന ഇലക്ഷനിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കാൻ നിർബന്ധിതനായിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഒരുപാട് ജനങ്ങളുടെ ആവശ്യപ്രകാരം കാട്ടൂരിലുള്ള ജനങ്ങളും അറിയുന്ന ജനങ്ങളും ആവശ്യപ്പെടുകയാണ് മത്സരിക്കണം, സമരം അറിയിക്കണം എന്നുള്ളത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ MP-യുടെ പ്രവർത്തനങ്ങൾ വളരെ മോശമാണ്. കാട്ടൂർ പഞ്ചായത്തിനൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അതോടൊപ്പം മറ്റു പഞ്ചായത്തുകളിലും ഇതാണ് അവസ്ഥ എന്നറിഞ്ഞപ്പോൾ എല്ലാം അറിയാൻ വേണ്ടി സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയ ആയുധമായ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ വെച്ചിട്ടുണ്ട്. MP-മാരുടെ പ്രവർത്തനം, ഇപ്പോഴത്തെ MP-യുടെയും മുന്നത്തെ MP-യുടെയും ഇവർ MLA-മാരായിരുന്നപ്പോൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും അറിയാൻ വേണ്ടി വിവരാവകാശം വെച്ചിട്ടുണ്ട്. മറുപടി കിട്ടുന്ന മുറയ്ക്ക് എല്ലാം വ്യക്തമായി എല്ലാവരും അറിയിക്കുന്നതാണ്. ഇവിടെ ഇടത് വലത് മുന്നണികളുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഭരണമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് പ്രതിഷേധങ്ങൾ ജനങ്ങൾക്കുണ്ട്. എല്ലാം പറയാൻ, എല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ മത്സരം. ജനങ്ങൾ പറഞ്ഞിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഞാൻ മത്സരിക്കുന്നു. നമുക്കൊരുമിച്ച് നിന്ന് ഈ മത്സരം വിജയിപ്പിക്കാം, അല്ലെങ്കിൽ ഈ പോരാട്ടം വിജയിപ്പിക്കാം. ഒരു പ്രതിഷേധ വീഡിയോ ആണ്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ പറയേണ്ടി വരുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ വരികയാണ്, അതും ലോക്സഭാ ഇലക്ഷൻ. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ തന്നെ നിർണ്ണയിക്കുന്ന ഈ ഇലക്ഷൻ വരുന്നു. അതിൽ ഉപരി നമ്മുടെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ MP-യുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ട അവസരമാണിത്. MP സ്നേഹയാത്രയുമായി കാട്ടൂരിൽ വന്നപ്പോൾ കാട്ടൂർ പഞ്ചായത്തിന് ഇതുവരെ എന്ത് ചെയ്തു എന്നുള്ളത് ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ഞാനൊരു പ്രതിഷേധ കുറിപ്പുകളും പോസ്റ്ററുകളും റെഡിയാക്കി ഇട്ടിരുന്നു. ആദ്യം പ്രതിഷേധ കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എൻ്റെയും MP-യുടെയും ഫോട്ടോ വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇറക്കുകയുണ്ടായിരുന്നു. അത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായപ്പോൾ മത്സരിക്കാൻ ഒരുപാട് പേർ ആവശ്യപ്പെടുകയും ജനങ്ങൾക്ക് വേണ്ടി തന്നെ മത്സരിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തുകയുമാണ് ഉണ്ടായത്. ഇത് കാട്ടൂരിലെ ജനങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വ്യത്യസ്ത പോരാട്ടം, ഒരു സമരമായിട്ടാണ് ഞാൻ ഈ മത്സരത്തെ കാണുന്നത്. ഇതൊരു പ്രതിഷേധ സൂചകമായിട്ടുള്ള മത്സരമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇടത് വലത് മുന്നണികൾ, NDA മുന്നണികൾ, ഇവർക്കെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഈ മത്സരം. വികസനമില്ലായ്മയും ഇടത് വലതിനെ കുറ്റം പറഞ്ഞ് വലത് ഇടതിനെ കുറ്റം പറഞ്ഞ് അങ്ങനെ ആ രീതിയിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഭരണമാണ് കേരളത്തിൽ നടന്നു പോകുന്നത്. ഇതിനൊക്കെതിരെയുള്ള ഒരു ജനകീയ ബദൽ ഉയർന്നു വരണം. സ്വതന്ത്രമായ ചിന്താഗതികൾ ജനങ്ങൾ ഉയർത്തണം. ഒരു ജനകീയ ബദൽ ആണ് ഞാൻ ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇത് അല്ല, സാധാരണക്കാരായ ജനങ്ങളും ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഇതുപോലുള്ള ഒരു പ്രതിഷേധം കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വരുന്ന ഇലക്ഷനിൽ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. എല്ലാവരും വോട്ട് ചെയ്ത് അല്ലെങ്കിൽ സഹകരിച്ച് ഈ പോരാട്ടത്തിന് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.